നമസ്കാരം. ഞാൻ ജോയിക്കുട്ടി, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രാക്ടീഷണർ. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ മാനസിക ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ വിജയത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതം അന്ധകാരം ആയിരിക്കും. എല്ലാ മതങ്ങളും പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. പ്രധാനമായിട്ടും നമുക്കറിയാം, ഹിന്ദു മതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും യൂദായിസവും അതേപോലെ ലോകത്തുള്ള എല്ലാ മതങ്ങളും പ്രാർത്ഥന എന്ന വലിയ ആ സത്യത്തെ ലോകത്തിന് തിരിച്ചു കാട്ടുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥന എന്താണ്? നമുക്കറിയാം, ദൈവവും അതായത് ഈശ്വരന്, നമ്മുടെ സൃഷ്ടാവും ആയിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം നിർവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ നമ്മുടെ നെഞ്ചില് ഏറ്റി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് ദൈവീകമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതായത് ഒരു വ്യക്തി പ്രാർത്ഥനാ ജീവിതം ഉള്ളതാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എല്ലാം വിജയത്തിലായിരിക്കും. പക്ഷേ ഏറ്റവും പ്രധാനം വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം വിശ്വാസമില്ലാതെ, അതായത് സാധാരണ എല്ലാം ഒരു ഭക്ത അഭ്യാസങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തോടു കൂടെ ദൈവത്തോട് സംസാരിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഹിന്ദു മതത്തില് ഉള്ള പ്രാർത്ഥന നമുക്കറിയാം. അതായത് ഗായത്രി മന്ത്രം, ശാന്തി മന്ത്രം, ഇങ്ങനെയുള്ള ധാരാളം മന്ത്രങ്ങള്, പൂജകള്, ഹോമങ്ങള്, വളരെയധികം ശക്തമായ പ്രാർത്ഥനാ ശൈലിയാണ് ഹിന്ദു മതത്തിൻ്റെത്. അതായത് ഈ ഇസ്ലാം മതത്തില് ഇസ്ലാമിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് സല എന്നാണ് അറിയപ്പെടുന്നത്. അവരൊരു ദിവസം 5 പ്രാവശ്യം വളരെ നിഷ്ഠയോടെ നിസ്കരിക്കുകയാണ്, നമസ്കാരം നടത്തുകയാണ്, മക്കയിലേക്ക് നോക്കി. അവരുടെ പ്രാർത്ഥനാ ജീവിതം അതാണ്. ഒരു ക്രൈസ്തവന്റെ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അവന്റെ പ്രധാനപ്പെട്ട കൂദാശകള്, ക്രൈസ്തവ വിശ്വാസം ലോകത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട കൂദാശകള്, അതിൽ ഏറ്റവും കൂദാശകളുടെ കൂദാശയായിട്ട് വിശുദ്ധ കുർബാന, അതേപോലെ ജപമാലകള്, അതേപോലെ പ്രത്യേക നൊവേനകള്, പരിശുദ്ധ മാതാവിനോടുള്ള പ്രാർത്ഥനകള്, ഇതെല്ലാം പ്രാർത്ഥനയുടെ വലിയ അംശങ്ങളായിട്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, ഞാൻ പറഞ്ഞു, വിശ്വാസത്തോടെയും ത്യാഗത്തോടെയും വളരെ കൃത്യനിഷ്ഠയോടെയും നിഷ്കളങ്കമായും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കൂട്ടത്തിലായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നെർവ് സിസ്റ്റം വളരെ ശാന്തമാവുകയാണ്. നമ്മുടെ ആ നെർവ് സിസ്റ്റമാണ് നമുക്ക് പല പ്രശ്നങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ താഴ്ന്ന് നമ്മൾ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തിയാവുകയാണ്. അപ്പൊ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധ്യം, അതായത് എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യം. ഒരു കൂട്ടായ്മയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഏകനല്ല, എൻ്റെ കൂടെ ഒരു വലിയൊരു കൂട്ടായ്മയുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം. അതേപോലെ തന്നെ ഓരോ അംശങ്ങളിലും, ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കുകയാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതായത് ഖുറാനിലെയും വിശുദ്ധ ബൈബിളിലെയും ഭഗവത്ഗീതയിലെയും ഒക്കെ ആ ഓരോ വചനങ്ങൾ നമ്മൾ വായിച്ച് ആ പ്രഭാതത്തില് പുതിയ ഒരു തുടക്കം കുറിക്കുമ്പോൾ അത് നമ്മൾ ഉറങ്ങാൻ പോകുന്നിടം വരെ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ശക്തമായിട്ട് ഉറപ്പിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ
ഇല്ലാതാകുന്നത് കൊണ്ടാണ് പലയിടത്തും നമുക്ക് പരാജയം ഉണ്ടാകുന്നത്. ഇന്നത്തെ തലമുറയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രാർത്ഥനയില്ലാത്ത ജീവിതങ്ങൾ. അതിനേക്കാൾ ഉപരിയും അവർ മറ്റുള്ള എന്തിനെയൊക്കെ തേടിപ്പോവുകയാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതശൈലിയിലേക്ക് പോകുമ്പോഴാണ് ഈ വേദനകള്, നിരാശകള്, വിഷാദ രോഗങ്ങള്, ചെറിയ പിന്നെ വേദനകളൊന്നും താങ്ങുവാൻ പറ്റാത്ത അവസ്ഥകള്, പരാജയ ഭീതിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥനാ ശൈലിയിൽ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. പ്രത്യേകമായി ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് കാലിഫോർണിയയിലും ഹവാർഡ് യൂണിവേഴ്സിറ്റിയും അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം പഠനങ്ങൾ, തെളിവുകളുണ്ട്. അതായത് പ്രാർത്ഥിക്കുന്നവരെയും പ്രാർത്ഥിക്കാത്തവരെയും വെച്ച് പ്രത്യേകമായ സർവേ എടുത്തപ്പോൾ 80% ആൾക്കാര് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരില് വിഷാദ രോഗങ്ങളില്ല. യുവജനങ്ങളെ വെച്ച് പ്രത്യേകമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. യുവജനങ്ങൾ, പ്രാർത്ഥനാ ജീവിതമില്ലാത്ത യുവജനങ്ങളില് ഉണ്ടാകുന്ന അവര് വഴിതെറ്റി പോകുന്ന അവസരങ്ങൾ, അതായത് ഒരു 80% ആൾക്കാരും പ്രാർത്ഥനാ ജീവിതം ഉള്ളവരാ, അവരാണ് വിജയിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമുക്ക് ആവശ്യം എന്താണ്, ഇതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ നിരത്തുമ്പോൾ നമ്മളിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി നമ്മൾ കുടുംബത്തിൽ, സമൂഹത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം. അല്ല, കൂട്ടായ്മകളിൽ നമ്മൾ പങ്കെടുക്കണം, പ്രാർത്ഥന യജ്ഞങ്ങളിൽ പങ്കെടുക്കണം, ആരാധനാലയങ്ങളിൽ പോകണം. ഇന്ന് ആരാധനാലയങ്ങളിലേക്ക് പോകുവാൻ പലരും മടിയാണ്. അതായത് പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി. ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ഈശ്വരന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളിലെ പല പ്രശ്നങ്ങളും മാറിപ്പോകുന്നത്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ആ സംസാരം കേൾക്കുവാനായിട്ട് നമ്മളിലൊരു ഇന്നർ പീസ്, അതായത് നമ്മുടെ ഉള്ളില് ഒരു ആന്തരികമായ വലിയ ഒരു വെളിച്ചം ഉണ്ടാകുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥന ജീവിതം സാധ്യമാണ്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടിയുള്ള ജീവിതം കൊണ്ട് നമുക്ക് ധാരാളം നേട്ടങ്ങൾ നമുക്കുണ്ട്, ധാരാളം നമുക്ക് പ്രയോജനങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തെ വിജയപ്രദമാക്കുവാനായിട്ട് സാധിക്കും. ആയതിനാൽ നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കുക, ആലയങ്ങളിൽ നമ്മൾ പോവുക, നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശക്തമായിട്ട് നമ്മൾ പ്രചോദനം കൊടുക്കുക, സഹായങ്ങൾ കൊടുക്കുക. അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശോഭയുള്ളതാക്കി മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനായിരിക്കട്ടെ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ അവസാനം വരെയും നമ്മുടെ കൂടെ ആയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ സമയം ഓർമ്മിപ്പിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം.